2026 മെയ് 5 ചൊവ്വാഴ്ച ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട IPL മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. വെറും 52 പന്തിൽ നിന്ന് പുറത്താവാതെ 87 റൺസെടുത്ത സഞ്ജു സാംസൺ ആയിരുന്നു കളിയിലെ താരം. ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ വിജയം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇത് അവരെ ലീഗ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയൊരു ഉണർവേകുകയും ചെയ്തു. ഈ മത്സരം തുടങ്ങുമ്പോൾ ഇരു ടീമുകളും പോയിന്റ് പട്ടികയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങളും 5 തോൽവികളുമായിട്ടാണ് ഇരു ടീമുകളും കളിക്കിറങ്ങിയത്. നെറ്റ് റൺ റേറ്റിൽ ചെന്നൈക്ക് ഒരു ചെറിയ മുൻതൂക്കമുണ്ടായിരുന്നു എന്ന് മാത്രം. ഡൽഹി ക്യാപിറ്റൽസ് നായകൻ അക്സർ പട്ടേൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും അവസാനം 7 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് നേടാനേ അവർക്ക് സാധിച്ചുള്ളൂ. പിന്നീട് ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസം വിജയലക്ഷ്യം പിന്തുടർന്നു. 15 പന്തുകൾ ബാക്കി നിൽക്കെ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 159 റൺസെടുത്ത് അവർ വിജയമുറപ്പിച്ചു. ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹി ക്യാപിറ്റൽസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ബാറ്റിംഗിന് അനുയോജ്യമായ പിച്ചിൽ ഒരു മികച്ച ടോട്ടൽ ലക്ഷ്യമിട്ടാണ് ഇന്നിംഗ്സ് തുടങ്ങിയത്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 155 റൺസ് നേടി. പ്രധാനമായും റൺസ് വന്നത് ട്രിസ്റ്റൻ സ്റ്റെപ്സിൽ നിന്നാണ്. 31 പന്തിൽ 38 റൺസ്. സമീർ റിസ്വിയാണ് അവസാന ഓവറുകളിൽ തകർപ്പൻ പ്രകടനം നടത്തിയത്. 24 പന്തിൽ പുറത്താവാതെ 40 റൺസാണ് റിസ്വി നേടിയത്. ഇതിൽ 4 സിക്സറുകളും ഉൾപ്പെടും. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അറിയപ്പെടുന്നത് അവിടുത്തെ കറുത്ത മണ്ണുള്ള പിച്ചിന്റെ പേരിലാണ്. നല്ല ബൗൺസും കാര്യമൊക്കെയുള്ളതുകൊണ്ട് IPL ഇവിടെ സ്ഥിരമായി ഉയർന്ന സ്കോറുകൾ കാണാറുണ്ട്. പേസർമാർക്ക് തുടക്കത്തിൽ കുറച്ച് സ്വിംഗ് കിട്ടുമെങ്കിലും മധ്യ ഓവറുകളിൽ സ്പിന്നർമാർക്കും പിച്ചിൽ നിന്ന് കുറച്ചൊക്കെ സഹായം ലഭിക്കാറുണ്ട്. എങ്കിലും ബാറ്റ്സ്മാൻമാർക്ക് പൊതുവെ നല്ല പിച്ചാണിത്. ഈ പിച്ചിലെ ഒരു ശരാശരി സ്കോർ 170നും 190നും ഇടയിലാണ്. 200 കടന്നാൽ അത് വളരെ മികച്ച ഒരു ടോട്ടലായി കണക്കാക്കും. ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ചേസ് ചെയ്ത് ജയിക്കാനാണ് ടീമുകൾക്ക് കൂടുതൽ സാധ്യത. സുഖകരമായ കാലാവസ്ഥയിലായിരുന്നു ഈ സന്ധ്യാമത്സരം നടന്നത്. ഏകദേശം 23 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. മഴ തടസ്സങ്ങളൊന്നുമില്ലാത്തതിനാൽ 40 ഓവറും പൂർണ്ണമായി കളിക്കാനായി. ഡൽഹി ക്യാപിറ്റൽസ് മുന്നോട്ട് വെച്ച് 155 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 17.3 ഓവറിൽ 8 വിക്കറ്റ് ബാക്കി നിൽക്കെയാണ് അവർ വിജയമുറപ്പിച്ചത്. ഈ ചേസ് അതിഗംഭീരമായി നയിച്ചത് സഞ്ജു സാംസൺ ആയിരുന്നു. IPL 2026-ലെ തന്റെ ഉജ്ജ്വല ഫോം തുടർന്ന സഞ്ജു 52 പന്തിൽ നിന്ന് പുറത്താകാതെ 87 റൺസെടുത്തു. ഇതിൽ 7 ഫോറുകളും 6 സിക്സറുകളും ഉൾപ്പെടുന്നു. സഞ്ജുവിന്റെ സ്ഥിരതയാർന്ന ഈ പ്രകടനങ്ങൾ CSKയുടെ വിജയങ്ങളുടെ പ്രധാന കാരണമാണ്. ഈ സീസണിൽ തന്നെ സഞ്ജു IPL ചരിത്രത്തിൽ 5000 റൺസ് പിന്നിട്ടിരുന്നു. മെയ് 6, 2026 ആയപ്പോഴേക്കും 10 മത്സരങ്ങളിൽ നിന്ന് 402 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. കാർത്തിക് ശർമ്മയുടെ മികച്ച പിന്തുണയും സഞ്ജുവിന് ലഭിച്ചു. 31 പന്തിൽ നിന്ന് പുറത്താകാതെ 41 റൺസ് നേടിയ കാർത്തിക് അവരുടെ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാക്കി. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 13 പന്തിൽ വെറും 6 റൺസെടുത്ത് പെട്ടെന്ന് പുറത്തായി. IPL 2026 സീസണിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഋതുരാജ് തന്റെ മോശം ഫോം തുടരുകയായിരുന്നു. സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് CSKയെ സ്ഥിരമായി മുന്നോട്ട് നയിക്കുന്നു. അദ്ദേഹം 40 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത 4 മത്സരങ്ങളിലും ടീം വിജയിച്ചിട്ടുണ്ട്.